നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടോ, അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ ഒരു റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. എല്ലാവരുമായിട്ട് റെസൊണേറ്റ് ആവണമെന്നില്ല. പിന്നെ നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാവരുമായിട്ടൊരു 70 to 80% മാത്രമേ ഇത് റെസൊണേറ്റ് ആവാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൈഡൻസും തരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റിച്വൽസ് ഉപയോഗിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. റിച്വൽസിനും വേണ്ടിയിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 9 of Pentacles, 2 of Cups, Knight of Wands, 3 of Swords, 6 of Wands, the Devil card, Ace of Cups, the Empress card. നമുക്ക് റീഡിംഗ് നോക്കാം. ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഇന്നത്തെ ദിവസം കോണ്ടാക്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി ഫോൺ കോൾ ചെയ്യും, മെസ്സേജ് അയക്കും. ഇവിടെ നേരിട്ട് വരെ കാണാനുള്ള സാഹചര്യം അവർ ഉണ്ടാക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിനെ കണ്ടു കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അവരെ കോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്തൊക്കെയോ റിലീഫ് കിട്ടിയ ഒരവസ്ഥയാണ്. ഈ ഒരു തേർഡ് പേഴ്സണിനെ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണിനെ കൊണ്ടിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തി ചെയ്യും എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. തേർഡ് പേഴ്സണിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രോബ്ലം ഇന്നത്തെ ദിവസം വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇന്നത്തെ ദിവസം അറിയാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം തേർഡ് പേഴ്സണിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടോ, അവരെ നേരിട്ട് കണ്ടോ എന്നുള്ള കാര്യം ഇന്ന് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ കിട്ടുമെന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു സന്ദർഭത്തിൽ ഇന്നത്തെ ദിവസം ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പെയിൻ അനുഭവപ്പെടും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു പെയിൻ നിങ്ങൾക്ക് എപ്പോഴാണോ കിട്ടുന്നത് ആ ഒരു ടൈമിലായിരിക്കും നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുക. ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിലേക്ക് നിങ്ങളുടെ വ്യക്തി അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭയങ്കര അറ്റാച്ച്ഡ് ആണ് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണിലേക്ക്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ അതിന് വിട്ട ഒരു ബന്ധം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും പരസ്പരം വിചാരിച്ചിരിക്കുന്നത് അവർ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, ഒരു മുജ്ജന്മ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ അവർ കണ്ടുമുട്ടിയത്, ഇതുപോലെ സ്നേഹിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്, കോണ്ടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്തോ ഒരു കാര്യത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്ന നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് എങ്ങോട്ടോ പോകുന്നതായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, തേർഡ് പേഴ്സണിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം സാമ്പത്തികം ചെലവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ സർപ്രൈസ് ഗിഫ്റ്റ് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് എന്തൊക്കെയോ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ടോട്ടലി നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സണിനെ വളരെ സന്തോഷം ഉള്ളതാക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം വളരെയധികം എഫേർട്ട് ഇടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കൂടുതലും കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൻ്റെ എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ലേഡിയുടെ എനർജിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നത് സ്ത്രീകളാണ്. നിങ്ങളുടെ വ്യക്തി ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ
നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തിയാവാം, അത് നിങ്ങളുടെ ഭർത്താവാം. അവർ ഇന്ന് ആ ഒരു സ്ത്രീയെ കാണുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളൊരു മാനസിക വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്കുള്ള ആ ഒരു ബന്ധം കുറച്ച് ഡീപ്പ് ആവുന്നതായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണിന് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസും കൊടുക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ സംസാരത്തിലും സൗന്ദര്യത്തിലും ഒക്കെ നിങ്ങളുടെ വ്യക്തി മയങ്ങിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കേട്ടോ കാണുന്നത്. ശരിക്കും അവരെന്തൊക്കെയോ ചിലപ്പോൾ കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ സംസാരം ഉപയോഗിച്ചിട്ടാവാം ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ വശീകരിച്ചെടുത്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത്, അതായത് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് ഇടപെടാൻ ഒരു രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷനും നിങ്ങളുടെ വ്യക്തി വയ്ക്കാത്തത്. സാമ്പത്തികമൊക്കെ കണ്ണടച്ചിട്ടാണ് ചിലവാക്കുന്നത്. എത്ര രൂപയാണ് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ചിലവാക്കുമെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം അപ്പം തേർഡ് പേഴ്സണിനെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യുമോ, നേരിട്ട് കാണുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ഒരു റീഡിംഗ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാവട്ടെ, കരിയറിനെ കുറിച്ചിട്ടാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ വശീകരിച്ചിട്ടെടുത്തിട്ടുണ്ടോ, ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കണം. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പരിഹാരത്തിനായിട്ട് റിച്വൽസും നൽകുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.